നമ്മൾ ഈ ദിവസം ആരംഭിച്ചത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ MLA മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. പുലർച്ചെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നാലെ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അല്പസമയം മുൻപാണ് ഇയാളെ 14 ദിവസത്തെ റിമാൻഡിൽ വിടുന്നത്. റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു. അതിജീവിത അവർ എന്തുമാത്രം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ റിമാൻഡ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന വിവരവും അവസാനമായി വന്നു. ഇന്ന് ഏതാണ്ട് മുഴുവൻ സമയവും ഈ വലിയ വാർത്ത തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തതും. ഹൈഫൈവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇതേ വിഷയം തന്നെയാണ്, ഇതേ വാർത്ത തന്നെയാണ്, ഇതിന്റെ വിശകലനങ്ങളാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. ആകെ നാറിയകത്ത്. ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമല്ല എന്നുള്ളത്. ഇനിയും അതിജീവിതകളുണ്ട്. ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് നിങ്ങൾ ഇനിയും മറഞ്ഞിരിക്കരുത്, നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ളവർ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് ഈ പ്രബുദ്ധ സമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൈബർ സ്പേസിൽ വിക്ടിമിന് മാത്രമല്ല, വിക്ടിമിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ, ഞാനടക്കം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. വിക്ടിം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നീതി നടപ്പാവുന്നത്. അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവൾക്കൊപ്പം എന്ന് പറയുന്ന നീതിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് എനിക്ക് ഈ സമയത്ത് തോന്നുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയുക, ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം, ഇപ്പോൾ മെന്റൽ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ഇരകൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ എല്ലാ കാലത്തും സ്ത്രീകൾ, ഇരകളാകപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച മെന്റൽ ട്രോമയുണ്ട്. അവർ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിനൊപ്പമാണ് ഞാൻ. നോ കമന്റ്സ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എന്റെ പാർട്ടി ചെയ്തു, ഞാനല്ല, എന്റെ പാർട്ടി ചെയ്തു. പണ്ട് വടക്കംപാട്ടിൽ പറഞ്ഞ പോലെ ഒതേനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ജയിനിയോടെയൊക്കെ ചാടിയാൽ ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു, ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ വളരുതാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. അത്രേ കണ്ടാൽ മതി. കേരളത്തിൻ്റെ സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി MLAയുടെ ഭാഗത്തുനിന്ന് നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് MLA ആക്കിയ പാർട്ടിയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. MLAയുടെ അറസ്റ്റിന് പിന്നാലെ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. അങ്ങനെ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജയിൽവാസമാണ്. ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുലിനെ മാവേലിക്കര പ്രത്യേക ജയിലിലേക്ക് എത്തിക്കുമ്പോഴും ജയിലിന് മുന്നിലും DYFI പ്രവർത്തകർ പ്രതിഷേധം നടത്തി. ആ ദൃശ്യങ്ങളിലേക്ക്. ഈ പ്രതിഷേധങ്ങൾക്കിടയിലും കാറിൽ നിന്നും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൂസലുമില്ലാതെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും വീണ്ടും വെല്ലുവിളി മുഴക്കുന്നതുമൊക്കെ, അന്വേഷണ സംഘത്തിനെതിരെ പോലും വെല്ലുവിളി മുഴക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടു. വിദേശത്ത് താമസിക്കുന്ന മലയാളി യുവതിയുടെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായത്. നേരത്തെ 2 ബലാത്സംഗ കേസുകളിൽ ഉണ്ടായിരുന്ന രാഹുലിനെ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ്
അറസ്റ്റ് ചെയ്യുന്നത് രഹസ്യ നീക്കത്തിലൂടെയാണ്. ബലാത്സംഗത്തിനും ശാരീരിക മാനസിക പീഡനത്തിനും പുറമെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കലടക്കം ഞെട്ടിക്കുന്നതും സമാന സ്വഭാവമുള്ളതാണ് രാഹുലിനെതിരായ കുറ്റകൃത്യങ്ങൾ. രാഹുലിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഈ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മങ്കുടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളി, ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നതടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം പെട്ടെന്ന് പരിശോധിച്ചാൽ, കേസെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രതി പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. MLA എന്ന അധികാരം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനും പരാതിക്കാരിയെ സൈബർ ആക്രമണങ്ങളിലൂടെ മാനസിക സമ്മർദ്ദത്തിലാക്കാനും ഈ പ്രതി ശ്രമിച്ചിരുന്നു. അതിന് ഇനിയും സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 376, 506(1) IPC BNS വകുപ്പുകളാണ് ഇയാൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവം നടന്നത് 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ലൈംഗിക അതിക്രമത്തിനിടയിൽ പരാതിക്കാരിയുടെ മുഖത്ത് രാഹുൽ അടിച്ചു എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വച്ചിട്ടുണ്ട്. കുറ്റകൃത്യം നടക്കുമ്പോൾ ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ഇത്രയും ക്രൂരത ഇയാൾ കാണിക്കുന്നത്. അപ്പം ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ പറയാറില്ലേ, ഈ സീരിയൽ കുറ്റവാളികൾ ചെയ്തതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സമാനതകൾ കാണും. ഇപ്പം ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്ന റിപ്പറെ എല്ലാവരും ആ നിലയ്ക്കാണ് കണ്ടതും ആ നിലയ്ക്കാണ് അയാൾ എല്ലാവരെയും കൊല്ലുകയും ചെയ്തത്. അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിലും നിരവധി സമാനമായ കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇയാൾ എല്ലാവർക്കും ഈ വന്നിരിക്കുന്ന 3 പരാതികളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന 3 പരാതികളാണ്. ഈ 3 പരാതികളിലും അതിജീവിതമാർ ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവർക്ക് 3 പേർക്കും ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്നെ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഇയാൾ ഒരു വാക്ക് നൽകിയിരിക്കുന്നു. അതിന് പിന്നാലെ ഇവരെ ബലാത്സംഗം ചെയ്യുന്നു. പിന്നീട് കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് യുവതികളെ നിർബന്ധിപ്പിക്കലുമുണ്ട് ഇയാൾക്ക്. എല്ലാ സ്ത്രീകളോടും, ഇവരെ പരാതിപ്പെട്ട എല്ലാ സ്ത്രീകളും ഈ കാര്യങ്ങൾ ഒരേപോലെ പറഞ്ഞതാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നീട് ഭീഷണിയാണ്. യുവതികളെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കലാണ് അടുത്ത പരിപാടി. അതിനുശേഷം നിർബന്ധിപ്പിച്ച് ഇവരെ കൊണ്ട് ഗുളിക കഴിപ്പിക്കലുമുണ്ട്. അതിജീവിതമാർക്കെതിരെ പിന്നീട് നടത്തുന്നത് സൈബർ ആക്രമണം. രാഹുലിന്റെ ഫാൻസും അവർ രണ്ടുപേരും ചേർന്ന് പിന്നീട് ഈ അതിജീവിതമാർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു. സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ സമാനമായ കുറ്റകൃത്യങ്ങളാണ് ഈ 3 പരാതികളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പം ഈ 2 പരാതികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുവെ ജനം അറിഞ്ഞിരുന്നത്. അതിൽ 2ലും ജാമ്യം നേടിയിരിക്കുകയായിരുന്നു. ഒന്നിൽ ഹൈക്കോടതി അറസ്റ്റ് നടന്നിരുന്നു, ഒന്നിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. 3ാമത്തെ പരാതി ഇതുവരെ നമ്മൾ കേട്ടതിനും ഒക്കെയും അപ്പുറത്താണ്. കാരണം ഇയാളൊരു സീരിയൽ റേപ്പിസ്റ്റ്, അതല്ലെങ്കിൽ ഭ്രൂണഹത്യ ഇത്രയേറെ ചെയ്യിപ്പിച്ച മറ്റൊരു വ്യക്തിയെക്കുറിച്ചും നമുക്കാർക്കും അറിവില്ല. പ്രണയമെന്ന് ധരിച്ച് ചെന്നിറങ്ങുന്ന പെൺകുട്ടികളാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. അത്രയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും